ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ചധികം വൈറ്റ് കളറിലുള്ള കോട്ടൺ തുണിയിൽ പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ടൈമിൽ ഞാൻ കുറച്ചധികം മറ്റ് മെറ്റീരിയൽസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കോട്ടൺ വൈറ്റ് മാത്രമല്ല, കോട്ടണിൽ പ്രിൻ്റഡ് ഞാൻ കുറച്ച് തുണി കൊണ്ടുവന്നിട്ടുണ്ട്. പലരും ചോദിക്കാറുണ്ട് കോട്ടൺ പ്രിൻ്റ് നിസ്കാരക്കുപ്പായം, അതായത് സിംഗിൾ പ്രയർ ഡ്രസ്സും ഡബിൾ പ്രയർ ഡ്രസ്സും രണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ആ ഒരു ആവശ്യപ്രകാരം ഞാൻ കോട്ടൺ പ്രിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണത്തെ പോലെ തന്നെ ക്രൈപ്പ് പ്ലെയിൻ കളറും ക്രൈപ്പ് പ്രിൻ്റഡും ഉണ്ട്. അതിന് പുറമെ റയോൺ മെറ്റീരിയലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും റയോണിലും ജിൽബാബ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ വെക്കുന്നുണ്ട്, വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റയോൺ ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ക്രേപ്പ് ആയിക്കോട്ടെ, വിലയിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കാര്യം മെറ്റീരിയലിന് വ്യത്യസ്തമായ വിലയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിലയിൽ വ്യത്യാസം വരും. അപ്പോൾ റയോണിലാണെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ഷോൾ അറ്റാച്ച് ആയിട്ടുള്ള ജിൽബാബുകൾ, അതായത് പ്രയർ ഡ്രസ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അത് കോട്ടണിലായാലും അതുപോലെ ക്രൈപ്പിലായാലും അത് ബുദ്ധിമുട്ടാണ്, അറ്റാച്ച്ഡ് ഷോൾ പ്രയർ ഡ്രസ്സ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് റയോണാണ്. അതുകൊണ്ടാണ് ഞാൻ റയോൺ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ സ്റ്റോക്കുള്ള കോട്ടനും അതുപോലെ തന്നെ റയോണും അതേപോലെ തന്നെ ക്രൈപ്പ് തുണിയുടെ ഒരു ഫോട്ടോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പ്രത്യേകം വാട്സപ്പിൽ വരികയാണെങ്കിൽ അത് പ്രത്യേകം മെറ്റീരിയൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ ഒരുമിച്ച് വെച്ചുള്ളൊരു ഫോട്ടോ മാത്രമേ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ പലരും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയൊക്കെയാണ്, ആരെങ്കിലും ഹെൽപ്പിനുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹെൽപ്പിനൊന്നും ആളില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീട്ടിലിരുന്ന് നമ്മുടെ ഒഴിവ് സമയത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ ആദ്യം എല്ലാം പകൽ ടൈമിൽ അധികം കട്ട് ചെയ്ത് വെക്കും. ഓരോന്നും എത്രയാണോ നമുക്ക് ഓരോ ദിവസം സ്റ്റിച്ച് ചെയ്യാനുള്ളത് അത് കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അത് പിന്നെ രാത്രിയിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. കാരണം അങ്ങനെ ആ ഒരു ടൈമിലാണ് നമുക്ക് അത്രയും ഫ്രീ ആവുള്ളൂ. അപ്പോൾ ആ സമയത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ പകലൊക്കെ കട്ട് ചെയ്ത് വെക്കും, രാത്രിയിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ട മെറ്റീരിയൽ എടുക്കുന്നത് അതും ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ എടുക്കുന്ന ഷോപ്പുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നേരിട്ട് വിളിക്കുന്നവർക്ക് വേണ്ടതുപോലെ ഞാൻ ചെയ്യുന്ന രീതികളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാനിന്ന് ഈ കോട്ടൺ പ്രയർ ഡ്രസ്സുകൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഇന്നത്തെ ഈ ഒരു മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് 50 ഇഞ്ച് വിഡ്ത്തുള്ള കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 50 ഇഞ്ച് ആയതുകൊണ്ട് ഞാൻ വിഡ്ത്ത് വൈസിലാണ് കട്ട് ചെയ്യുന്നത്. വിഡ്ത്ത് വൈസിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഏകദേശം 54 സൈസും 56 സൈസുമാണ് എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഓർഡർ വന്നിട്ടുള്ള. അത്യാവശ്യം കൂടുതൽ ഉണ്ട് കേട്ടോ, കുറച്ചൊന്നല്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അത്രയും എണ്ണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ പറഞ്ഞ ലെങ്ത്ത് വിഡ്ത്ത് വൈസിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ നേരത്തെ കണ്ടില്ലേ, 56 ഇഞ്ചിലാവുമ്പോൾ നമുക്ക് 50ൻ്റെ കൂടെ ഒരു 6 ഇഞ്ച് ആഡ് ചെയ്യണം. അപ്പോൾ അതിനൊരു 8 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രണ്ട് പീസിലും അതുപോലെ ബാക്ക് പീസിലും ജോയിൻ ചെയ്ത് അവിടെയാണ് ഞാൻ അതിൻ്റെ ആ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ട് തോന്നും. അപ്പോൾ ഇതുപോലെ ഓരോന്നിനുള്ളതും കട്ട് ചെയ്ത് കെട്ടി വെക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ചെറിയ പീസുകളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. കുറേ നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചെറിയ പീസുകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ ഇതുപോലെ കെട്ടി വെക്കുകയാണ് നല്ലത്.
ഇപ്പോൾ കട്ടിങ്ങൊക്കെ ഇപ്പോൾ ഇന്ന് കരുതിയ അത്രയും കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മെറ്റീരിയൽസ്, പുതിയ മെറ്റീരിയൽസ് വന്നതാണ്. അപ്പോൾ അതിൽ ഏതാണോ ഇഷ്ടം എങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇത് കോട്ടനാണ്, ഇപ്പോൾ ഈ കാണിക്കുന്നത് കോട്ടനാണ്, കോട്ടൺ പ്രിൻറ്റഡ്. ഇതാണ് കേട്ടോ റയോൺ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ്